നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന കാർ കണ്ടോ? 2018 എനിക്ക് സംഭവിച്ച ഒരു ആക്സിഡന്റ് ആണ്. ഈ ഒരു ആക്സിഡന്റിൽ എന്റെ കാറ് ടോട്ടൽ ലോസ് ആയി. ഞാൻ ജസ്റ്റ് രക്ഷപ്പെട്ടു. പക്ഷേ ഞാൻ ഈ കാറിന്റെ പുറത്തിറങ്ങിയിട്ട് ഞാൻ ഇടിച്ച വണ്ടി നോക്കുമ്പോൾ അതൊരു ബെൻസ് ആയിരുന്നു. പക്ഷേ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, ആ ബെൻസിന്റെ നമ്പർ പ്ലേറ്റ് മിസ്സിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ കാർ ഇടിച്ച് ഇത്ര മിനിറ്റ്സിന്റെ അല്ലെങ്കിൽ സെക്കൻഡ്സിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഈ ബെൻസിന്റെ നമ്പർ പ്ലേറ്റ് മിസ്സിംഗ് ആയത്? അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഈ ലക്ഷറി കാറുകൾ സെല്ല് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ഡാമേജസ് അവർ പുറത്തറിയിക്കാറില്ല. അപ്പോൾ എന്ത് പറ്റും? നിങ്ങളൊരു കാർ വാങ്ങാൻ പോകുന്ന സമയത്ത് ഇതിന് ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചിലപ്പോൾ അറിയാൻ സാധിച്ചൊന്നും വരില്ല, സർവീസ് റെക്കോർഡ്സിലില്ലെങ്കിൽ. അല്ലെങ്കിൽ ഈ ഒരു ആക്സിഡന്റിന്റെ ഫോട്ടോഗ്രാഫ് എവിടെയെങ്കിലും പരക്കുകയാണെങ്കിൽ അവിടെ ആ കാറിന്റെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് ആരുടെ കാറാണ് എന്താണെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് റീസെല്ലിങ്ങിനെ ബാധിക്കും. അപ്പോൾ നിങ്ങൾ ലക്ഷറി കാർ വാങ്ങുന്ന സമയത്ത് സെക്കൻഡ് ഹാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഡാമേജുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ട്രസ്റ്റഡ് സോഴ്സിൽ നിന്ന് മാത്രം നിങ്ങൾ ലക്ഷറി കാറുകൾ വാങ്ങുക. ഇപ്പോൾ എനിക്കിത് സംഭവിച്ചുകൊണ്ടാണ് ഞാനിത് മനസ്സിലാക്കിയത്. അപ്പോൾ ഞാനത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിയാലും നിങ്ങൾ നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് മാത്രം വാങ്ങുക. കാരണം ആ ഒരു ആക്സിഡന്റിൽ എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 25 lakh rupees റിപ്പയർ ആ കാറിന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങുന്ന ഒരാൾക്ക് എന്തായാലും അതിൻ്റെ ഭവിഷ്യത്തുകൾ പിന്നീട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിന്നീട് വരുമായിരിക്കാം. സോ ഓൾവേസ് ബിവെയർ ഓഫ് ദീസ്.